നമസ്കാരം. ഈ കഴിഞ്ഞ 12-ാം തീയതിയാണ് മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇടവക പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനിടയ്ക്ക് വാഹനം അപകടത്തിൽപ്പെട്ട് പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കുപറ്റി. പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കേസിന്റെ ഇപ്പോൾ അച്ഛൻ ഒരു പരാതി നൽകിയിരിക്കുന്നു. പെൺകുട്ടിയെ ലഹരി സംഘമാണ് തട്ടിക്കൊണ്ടു പോയതെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അച്ഛൻ പരാതി നൽകിയിരിക്കുന്നു. ഏതായാലും ഈ കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. കുട്ടി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. അതായത് കുട്ടി പറഞ്ഞതനുസരിച്ച് ഈ കുട്ടിയുടെ വീട്ടിൽ താമസിക്കാൻ ഈ 12-ാം തീയതി കുട്ടിയുടെ പെൺസുഹൃത്ത് വീട്ടിലെത്തിയിരുന്നു. ഈ പെൺസുഹൃത്ത് നിർബന്ധിച്ച് ചായ കുടിക്കാൻ എന്ന പേരിൽ ഒരു ആൺസുഹൃത്തിനെ വിളിച്ചു വരുത്തി പുറകുവശത്തെ വാതിലിൽ കൂടെ ഇവർ പോവുകയായിരുന്നു ചെയ്തത്. ഈ കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ഈ സമയത്ത് ഈ കുട്ടിക്ക് ഒരു മിഠായി നൽകുകയായിരുന്നു. ഈ പ്രായപൂർത്തിയാകാത്ത ആ കാറിലുള്ള ഒരു ആൺകുട്ടി ഒരു മിഠായി നൽകിയായിരുന്നു. ഇതിനുശേഷം കുട്ടിക്ക് ഒന്നും ഓർമ്മയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയും കൊണ്ട് തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയ്ക്കായിരുന്നു ഈ വാഹനം കണിയാരത്ത് വെച്ച് വാഹനാപകടത്തിൽ പെടുകയായിരുന്നു. അങ്ങനെ ഈ ഗുരുതരമായി പരിക്കുപറ്റിയ കുട്ടിയെ ഒടുവിൽ ഈ മിംസ് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടയ്ക്കായിരുന്നു ഒരു ആൺകുട്ടി വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറയുന്നത്. നിങ്ങളുടെ മകൾ ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി ഇരിക്കുന്നു. ഇവരെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്ന തരത്തിൽ കുട്ടിയുടെ അച്ഛന്റെ ഫോണിലേക്ക് രാത്രി 1:30 ഫോൺ കോൾ വരുന്നു. അപ്പോഴാണ് ഈ അച്ഛനും അമ്മയും വീട്ടിൽ ഈ കുട്ടി ഇല്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ ആരോപിച്ചിരിക്കുന്നത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതാണെന്ന തരത്തിലുള്ള പറഞ്ഞിരിക്കുന്നു. കുട്ടിക്ക് തട്ടിക്കൊണ്ട് പോകുന്ന പിന്നിൽ ലഹരി സംഘമാണെന്ന് അച്ഛൻ കൃത്യമായി പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയും ഇക്കാര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്. പെൺകുട്ടിയുടെ പെൺസുഹൃത്ത് തന്നെയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ നിർബന്ധിച്ച് രാത്രിയിൽ കൂട്ടിക്കൊണ്ട് പോയതെന്നും ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതിന് പിന്നിൽ ലഹരിക്കടത്ത് സംഘം എന്നുള്ള ആരോപിക്കാൻ കാരണം കുട്ടിക്ക് ഒരു മിഠായി നൽകുകയും മിഠായി കഴിച്ചതിനു ശേഷമാണ് കുട്ടി ബോധരഹിതമായി ആയത്. ഈ കുട്ടി അപകടം സംഭവിച്ചു തന്നെ കുട്ടി അറിയില്ലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് എത്തിയ കുട്ടിക്ക് ബോധം വന്നതിന് ശേഷമാണ് ഞാൻ അപകടത്തിൽപ്പെട്ട കാര്യം കുട്ടിക്ക് മനസ്സിലാകുന്നത്. കുട്ടിക്ക് ഗുരുതരമായാണ് പരിക്കുപറ്റിയിരിക്കുന്നത്. കുട്ടിക്ക് മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിനും ആസകലവും മുഴുവനായും വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും കുട്ടിയുടെ അച്ഛൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം, പിന്നിൽ ലഹരി മാഫിയ സംഘമാണോ എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ മാനന്തവാടിയിലൊക്കെ തൂഫാന്റെ ഭാഗമായി ശക്തമായ പരിശോധനയാണ് പോലീസും എക്സൈസും നടത്തുന്നത്. റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോട്ടൽ മുറികളും കേന്ദ്രീകരിച്ച് അടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു പിന്നിൽ ലഹരി മാഫിയ ആയിരിക്കാമെന്ന്. കാരണം കുട്ടിക്ക് ഒരു മിഠായി കൊടുത്തത് മുതൽ കുട്ടിക്ക് ഈ സംഭവങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിലേക്ക് നയിച്ചിരിക്കുന്നത് കുട്ടിയുടെ പെൺസുഹൃത്ത് തന്നെയാണ്. വീട്ടിൽ താമസിക്കാൻ എത്തുന്ന മുൻപും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ താമസിക്കാൻ എത്തിയിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു അസ്വാഭാവികത വീട്ടുകാർക്ക് തോന്നിയിരുന്നു. ഏതായാലും പോലീസ് ശക്തമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നിൽ ആരായാലും പിടികൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ലഹരി മാഫിയ ഉണ്ടെങ്കിൽ അവരെ ഒതുക്കാൻ തന്നെയാണ് കേരള എക്സൈസും പോലീസും അടക്കം രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കണ്ടെത്തി ലഹരി സംഘങ്ങൾ വല വീശുന്നത് പതിവായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്.